ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, ആരും ഇല്ല വണ്ടിയിൽ. സോ ഞാൻ ഇന്ന് ഒരുങ്ങി റെഡിയായി എവിടെ പോവാണെന്നാണ് അല്ലേ. ഞാൻ പോകാൻ പോകുന്നത് ഒരാളെ കാണാൻ. ഓക്കെ, സോ ആ ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എനിക്ക് ലൊക്കേഷൻ അറിയില്ല, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് എനിക്ക്. സോ ലൊക്കേഷൻ നോക്കി വേണം ഓടിക്കാൻ. സോ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് കാണിക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഗോ. പിന്നെ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ. ഐ വാസ് ഔട്ട് ഓഫ് കോണ്ടന്റ് ആക്ച്വലി സ്പീക്കിംഗ്. സോ ഇന്ന് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അയ്യോ, ഞാൻ നോക്കുന്ന സ്ഥലം തെറ്റാന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. സോ എന്താ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, സോ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് സിൻസ് ഐ എം ഗോയിങ് ടു മീറ്റ് ദിസ് പേഴ്സൺ, ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെ. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഹലോ ഗൈസ്, അപ്പം ഞാൻ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഏതാ സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കെസേന്നാണെന്ന് തോന്നുന്നത്. സോ ഞാൻ കാണാൻ പോകുന്ന ആളുടെ വീട് ലെഫ്റ്റിലോട്ടാണ്, അതിൻ്റെ ഫ്രണ്ടിലോട്ടാണെന്നാണ് പറയുന്നത്, മാപ്പ് പറയുന്നത്. പിന്നെ അവളും പറഞ്ഞായിരുന്നു മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. പിന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓഫീസുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഞാൻ ഏവിയേഷൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഈ പ്ലേസ് എനിക്ക് ഫെമിലിയർ ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം നമുക്ക്. ഓക്കെ ഗൈസ്, ഞാനിവിടെ എത്തിയിരിക്കുന്നു. അവളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. പക്ഷേ ഇവിടെ പാർക്കിങ് പെയ്ഡാണ്. സോ പെയ്ഡ് പാർക്കിങ്ങിന് ഒന്നിൽ മെഷീനിൽ കോയിൻ ഇടണം, അല്ലെങ്കിൽ ദാ ഈ സംഭവം ഇതിൽ നമ്മൾ SMS ഇടണം, ഈ നമ്പറിൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് അതിൽ നമ്മൾ SMS ഇടണം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാലൻസ് എന്നാണ് പോകുന്നത്. സോ ഐ ഹാഡ് 2 coins, ബട്ട് ആ മെഷീൻ കാണുന്നില്ലായിരുന്നു. സോ ഞാൻ SMS ഇട്ടു. ഇനി നമുക്ക് ഒരു സാധനം വാങ്ങാൻ പോവാം. അവളുടെ ഷോപ്പിൻ്റെ താഴെ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷോപ്പിൻ്റെ താഴെ, ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു കേക്ക് ഷോപ്പുണ്ട്. സോ അവിടെ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു റോസ് ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഓക്കെ ഗൈസ്, ഞാനൊരു പിങ്ക് റോസും റെഡ് റോസും വാങ്ങിച്ചു. ഒരെണ്ണം ഞാനും ഒരെണ്ണം ആ സ്പെഷ്യൽ കുട്ടി. സോ സർപ്രൈസ് ആവുമായിരിക്കും. സർപ്രൈസ് ആവാനൊന്നുമില്ല, ഞാൻ വരുന്നത് നമുക്കറിയാം. സോ നമുക്ക് പോവാം. നല്ല രസമില്ലേ ഇത്? ഹായ്, എൻ്റെ ഡ്രസ്സിന് മാച്ചാണ്. 707 എത്തി. 709 ആണ്. ഓക്കെ, നോക്കണം എവിടെ 709. ഓക്കെ, ബെല്ലടിക്കാം നമുക്ക്. വെൽക്കം ടു ദുബായ്. അയ്യോ, ഇതാണ് കുട്ടിയുടെ വീട്. മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽപ്പുണ്ട്. എന്റെ ഇവളെന്തോ എനിക്ക് കൊണ്ടുവന്നു നാട്ടിൽ നിന്ന്. ഞാൻ വാങ്ങിച്ച സാധനം എനിക്ക് സർപ്രൈസ് ആയിട്ട് അവള് തരുന്നത്. ഓ, ഇനി എന്തുണ്ട്? എന്തോ എനിക്ക് സർപ്രൈസ് ആയിട്ട് തരുന്നു കുട്ടി. ഓ താങ്ക് യു. മാതാവിനെ കൊണ്ടുവന്നു. ഇത് തുറക്കാൻ പറ്റുമോ?
കൃപാസനത്തിലാ? കൊള്ളാം, താങ്ക് യു. ഇനി എന്താ ലെറ്റർ? ലവ് ലെറ്ററാ? മുടിയൊക്കെ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഞാൻ വൃത്തിയിലല്ല കീറുന്നത്, കുഴപ്പമില്ലല്ലോ. അതിനകത്ത് സാധനം കീറാതിരുന്നത് അവിടെ ഇരിക്കുമേ. ഇത് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ. കേറടി, ഇത് കേറടി. അത് സ്റ്റേപ്പല്ലേ എന്നെ? ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിപൊളി ഫോട്ടോ കിട്ടിയതുകൊണ്ട് ഭാഗ്യം. അയ്യോ അയ്യോ, നമ്മുടെ പഴയ ഫോട്ടോ. ആ സ്പ്ലാഷ് ഇപ്പോഴും ഉണ്ടടി എന്നെ. ഇന്നലെ ഞാൻ പോയപ്പോ കണ്ടു. അവിടെ ഉണ്ട്, എന്റെ വീടെടുത്തത്. കുഞ്ഞമ്മയൊക്കെ അവിടെ തന്നെ അടി, പഴയ മഹത്തയുടെ അവിടെ കൊറേ ഫോട്ടോ ഉണ്ട്. അയ്യോ, മെമ്മറീസ്. ഞാൻ എഴുതിയത് വെച്ചുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ചെയ്തതല്ല, അത് അവര് തന്നെ അങ്ങനെ വന്നതാണ്. ചിലതൊക്കെ ഈ ഫോട്ടോ വേണ്ടേ, ചിലതൊക്കെ എഴുതിയത് കണ്ട ശരിക്കും തോന്നും. ഇത് എഴുതിയതൊക്കെ വായിച്ച അവര് ശരിക്കും നമ്മുടെ അടിപൊളി. താങ്ക് യു. ഇനിയുണ്ടോ ഇത്? പോകണ്ടോ? ആ പിന്നെന്തിന് ലൈറ്റ് ഉണ്ടോ? ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത്. എടി ഇത് ഞാനൊന്നും ചെയ്തല്ല, ഞാൻ പറഞ്ഞതാ, ചെയ്യാൻ കൊടുത്തതാ. ഇതും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നാട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് കിട്ടില്ലായിരിക്കുമെന്നടി. എടി കറക്റ്റ് ഞാൻ പോകുന്നതിന്റെ, ഞാൻ സിസ്റ്റേഴ്സ് എടുത്തിട്ട് തരാം. ഞാൻ പോകുന്നതിന്റെ എനിക്ക് തലേ ദിവസം എവിടെന്നെങ്കിലും ഒക്കെ ചെയ്തു. അത് മഴയൊക്കെ ആയതുകൊണ്ടേ വെള്ളപ്പൊക്കമൊക്കെ ആവുന്നതിന് മുന്നിൽ എത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കളയരുത്, പൊട്ടും പൊട്ടും. അയ്യോ, അറിഞ്ഞോളൂ, അല്ലെങ്കിലും അങ്ങനെയാണ്. ഇത് മറ്റേ എനിക്കിഷ്ടമല്ല ഇങ്ങനെ പേഷ്യൻസ് ഇല്ലാത്ത കുട്ടിയാണ്. അന്നെ ഗോ ആൻഡ് ഫോളോ അവളാണ് ചെയ്തു തന്നത്. അതിനകത്തുണ്ട്. അയ്യോ, ഇതൊക്കെ കണ്ടിട്ട് വിചാരിക്കും ഈ കുട്ടിക്ക് ഭയങ്കര കഴിവാണെന്ന്. ഈ കുട്ടി അല്ല. എനിക്ക് കുറെ കഴിവൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവള് കാണിച്ചിട്ടില്ല. ഒന്ന് തുറക്കല്ലേ. അത് പിന്നെ ഇത് പൊട്ടിയാലോ? എന്റെ കൂടെ ഡിപ്ലോമ പഠിച്ച എന്റെ ഫ്രണ്ടാ ചെയ്തതെന്ന്. ഞാൻ സിസ്റ്റേഴ്സ് എടുത്തിട്ട് ദേവിക ജോഷി. അവൾക്കൊരു പ്രൊമോഷൻ ആവട്ടെ. ക്രാഫ്റ്റി ഗേൾ ഇൻ ഇൻസ്റ്റാഗ്രാം. ആ കുട്ടിയുടെ അവളുടെ ഐഡിയ അതിനകത്തുണ്ട്. കുഴപ്പമില്ല, അത് നമുക്ക്, അത് അവൾ ഇതിലാണോ വെച്ചിരിക്കുന്നത്? ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ കുട്ടിയെ ഫോളോ ചെയ്യുക, ഓർഡർ കൊടുക്കുക. അതെ, ദുബായിലോട്ടുണ്ടെന്ന് തോന്നാറിയില്ല, എന്റെ ഇൻസൈഡ് ഇന്ത്യ ഉണ്ട്. പക്ഷെ പാക്കിംഗ് കുറച്ച് കൂടി പോയി. പിന്നെ പൊട്ടിയിട്ട് വന്നിരുന്നെങ്കിലോ? ഇങ്ങനെ എന്നെ പോലെ സമാധാനമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ പാക്കിംഗ് കൊടുക്കരുത്. ഇങ്ങനെ തുറക്ക്, അങ്ങനെ ബാക്ക് തുറക്ക്. അത് മുഴുവൻ തുറന്നിട്ട് നമുക്ക് അതോടെ വെച്ചു. നിനക്ക് ഇനി ആവശ്യമായിട്ട് എന്റെ ബർത്ത്ഡേ ഒക്കെ വരികയാണ്, നിനക്ക് ഇനി അവളോട് തന്നെ പറഞ്ഞു ഇനി ഈ സാധനം തുറക്ക്. ഞാനും കണ്ടില്ല മാൻ. പോലെ ഉണ്ടടി. അയ്യോ, ഇൻഫിനിറ്റി സൈൻ ആണ് എന്നല്ലേ 2024 പകരം. ശരിയാ എടി, നമ്മള് കണ്ടുമുട്ടിയ വർഷവും അത് വെക്കണമായിരുന്നു. അത് നീ ഓർത്താ മതി. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ഇത് ഞാൻ കൊടുത്തതാ. കോഫി ആട്ടെ ഗൈസ്. എമറേറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന കണ്ടോ? അടിപൊളി, സൂപ്പർ. ആനുള്ള വ്യൂ ഇതാ. മെട്രോ വരുന്നില്ല. ഇത് മെട്രോ ലൈനാണ്. അതിതാ എയർപോർട്ടിന്റെ റൺവേ ആണ്. ഭയങ്കര വ്യൂ ഉണ്ട്, ഉണ്ട്. ഗൈസ്, ഞാൻ അവളെ റെഡിയാക്കി എടുത്തു കൊച്ചിനെ. എന്നിട്ട് നമ്മൾ എവിടെ പോകുന്നെന്ന് അറിയില്ല. വീട്ടിൽ പോകുന്നു, എന്റെ വീട്ടിൽ പോകുന്നു. ഖുഷിയുടെ പരിപാടി എന്താ? ഖുഷിയുടെ പരിപാടിയോ? ഖുഷി എന്താ പരിപാടി അറിയില്ല.
ഹായ് ഗൈസ്, ആദ്യമായിട്ടാണ് എന്നെ ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ കയറുന്നത്. എന്റെ ഓടിക്കുന്ന വണ്ടിയിലാണ്. അന്നത്തെ ഡ്രൈവിംഗ് സ്കിൽസ് ഞങ്ങളല്ല ഡ്രൈവറാണ് ഓടിക്കുന്നത്. എന്താ എന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളി. അതെ, എനിക്കും പഠിക്കണം, ഞാനും പഠിക്കും. നിങ്ങൾ എല്ലാവരുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രം ലൈസൻസ്. എനിക്ക് ലൈസൻസ് ഉണ്ട്, നാട്ടിലെ ലൈസൻസ്. ഇതിന്റെ കാര്യം ചിലര് കമന്റ് ഇടും ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ലാന്ന്. അത് മൈൻഡ് ചെയ്യരുത്. ഞാനിപ്പോ പറയാൻ വന്ന പിന്നെ വാടച്ച്. പക്ഷെ എനിക്ക് നാട്ടിലെ ലൈസൻസ് ഇല്ല. പക്ഷെ എന്നെ കൊണ്ട് കാര്യമുണ്ട്, ഭയങ്കര ഉപയോഗമാണ് എന്നെ കൊണ്ട്. അല്ലേ? പിന്നെ ഞാൻ കൊണ്ടുപോയി. ഉപയോഗമുണ്ട്. അവിടെ പേടിപ്പിക്കാൻ നോക്കുന്നത്. ഇന്നത്തെ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല എന്ത് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ എത്തും. 7th floor ആയി. 10 ഇപ്പൊ എത്തും. ഓക്കെ, നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? കിടന്നു പറഞ്ഞു. 2 hours later. പറയൂ. ഡ്രസ് ചേഞ്ച് ആയി. സോ ഞാൻ അവൾക്ക് മാച്ചിങ്ങിന് ബ്ലാക്ക് ഇട്ടു. സോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റീൽ എടുക്കണം. ഒരു ഉദ്ദേശമില്ല. സോ നമ്മള് ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിച്ചു, 2 പഠിച്ചു. എന്താവൂന്ന് അറിയില്ല. സോ വി ആർ ഗോയിങ് ടു പിക്ക് ഖുഷി. ഇവിടെ വരും. ഇവിടെ വരുമെന്നല്ല, അവളെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി അവളെ പിക്ക് ചെയ്യണം. മേക്കപ്പ് ഒക്കെ എന്തൊക്കെയോ ആരും ഇട്ടു. എങ്ങനെ ഇരിക്കുന്നു ഒരു പിടിയില്ല. നിന്റെ മുഖം കാണിച്ച്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പുറത്തുനിന്ന് കണ്ടിട്ട് ഹഗ്ഗിങ് തുടങ്ങി. Okay, I'm vlogging today. We are so funny. Oh my god, it's been 10 years. 10 years. Okay guys, ഇത് നമ്മള് റീൽ എടുക്കാൻ പോയിട്ട് ശരിയായില്ല, ഒന്നും നടന്നില്ല. Why? Because it is very hot, and second thing, they didn't allow us to dance there. No, the first thing was they didn't allow. The second thing was initially it was hot. Initially it was hot, but still we chose. But we managed to dance somehow because we wanted the reel, but they didn't allow us. We wanted to do. So We wanted to do the reel. നമ്മൾ പിന്നെ വണ്ടി കയറിയിരിക്കുന്നു. ഇനി എവിടെ പോണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കണം. പാവം ഖുഷിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അവർക്ക് എല്ലാം മനസ്സിലാവും. കൊഞ്ചം കൊച്ചിന് മനസ്സിലാവും. സോ Best reunion with 3 people. yeah. Meeting after 5 years. Childhood friends. 5 or 6. 5. They both have never met after school. No, 6. You have met after school, no? 11th standard I came. Yeah, in 2019 we met. Yeah. She remember the year also. And now it's 2024. Or 18. I don't know. I think 18. In grade 11th I came. But I am the only person who meets everyone. You're all met. rounder, that's why. All rounder. Ayyo. You didn't see Leah, right? Who? Leah. Hey guys, we are at KFC. Okay. Oh my god. I'm so hungry. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര വിശപ്പുണ്ട്. So we will order and then ഫുഡ് കഴിക്കാൻ പോകും. Okay guys, we have come to live and to her home. Yeah. Now get lost. I gave all the directions which were kind of... Yeah. My key. I would have. Your key is in my bag. Wow. Amazing. Oh my god, the Oh, the sadhanam. Don't take the sadhanam. What the hell is the sadhanam though? Okay, car is coming and... Okay guys, അപ്പോ ഞാൻ ഖുഷീനെ ഡ്രോപ്പ് ചെയ്തു, ആനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വ്ളോഗ് ലൈറ്റ്
ഓക്കെ ഓക്കെ. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇറ്റ് വാസ് ഓക്കെ ഓക്കെ ഡേ. കൂടുതലൊന്നും ചെയ്തില്ല, റീൽസും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഐ മെറ്റ് ആൻഡ് ദെൻ ഖുഷി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ആൻഡ് ആൻഡ് ഖുഷി മെറ്റ് ആഫ്റ്റർ ലോങ് ഇയർ. സോ 3-4 years, 3-4 മോർ ദാൻ ദാറ്റ് ആയി കാണും. സോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.